ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കൂട്ടുകളാണ് കേട്ടോ. സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കടലപ്പരിപ്പ് ഞാൻ കുതിർത്തി ഇത് അരയ്ക്കാൻ നോക്കണം കേട്ടോ. അത് പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള, ഇഞ്ചിയും പച്ചമുളകും ഒരു പാത്രത്തിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി കൂട്ടി തിരുമ്മുക കേട്ടോ. കൈ കൊണ്ട് നമ്മൾ നന്നായി കൂട്ടി തിരുമ്മിയതിന് ശേഷം നമ്മൾ അധികം പരിപ്പ് അരയാൻ പാടില്ല കേട്ടോ. മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ അരയ്ക്കുന്നുണ്ട്, പക്ഷെ നന്നായി അരയാൻ പാടില്ല. അതിനെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് അതും കൂട്ടിയിട്ട് കൂട്ടി തിരുമ്പണം കേട്ടോ. അതിലെല്ലാം ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. നന്നായി ഒന്ന് കൂട്ടി തിരുമ്മിയതിന് ശേഷം നമുക്ക് അതിൽ 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൂട്ടാം. അത് നമുക്ക് കുഴച്ചിട്ട് ഇങ്ങനെ ശരിയാവണില്ല, നമുക്ക് ഉടഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും 2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇന്നത് വേണമെന്നില്ല. ഞാൻ 2 സ്പൂൺ ഗോതമ്പ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അത് അങ്ങനെ ഉരുട്ടിയിട്ട് നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ അതാ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഇത് അതിലേക്ക് ഉരുട്ടി പാകത്തിനനുസരിച്ച് ഉരുട്ടി ഇടണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണയിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളെല്ലാം കൂടി അങ്ങനെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് അതിനെ മൂത്ത് വരണതൊക്കെ നമ്മൾ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് നമ്മളിത് അതിനെ മൂപ്പിക്കണം കേട്ടോ, മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ചൂടുള്ള പരിപ്പ് വട റെഡിയാണ് കേട്ടോ. നമുക്ക് അതുമാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. നമുക്ക് ചായക്കൊപ്പം 4 മണിക്ക് ചായക്കൊപ്പം നമുക്കിത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി പരിപ്പ് വടയാണ്. ഓക്കെ, താങ്ക് യു.